ലൈംഗികാതിക്രമ കേസിൽ സംവിധായകന്റെ ജാമ്യ ഹർജിയിൽ വിധി ഉടൻ. സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യ ഹർജിയിലാണ് ഉടൻ വിധി പറയാൻ പോകുന്നത്. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സാക്ഷികളെ സ്വാധീനിക്കില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകാമെന്നും രഞ്ജിത്ത് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം തന്നെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും എന്നുള്ളതാണ്. രഞ്ജിത്ത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാതി വ്യാജമാണ്, സെറ്റിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പരാതി ഉടലെടുത്തത്. അതോടൊപ്പം തന്നെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാം, സാക്ഷികളെ സ്വാധീനിക്കില്ല, സാക്ഷികളുള്ള പരിധിയിൽ നിന്ന് താൻ മറ്റിടങ്ങളിലേക്ക് പൊക്കോളാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രഞ്ജിത്ത് ഉപാധികളായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷൻ ആകട്ടെ രഞ്ജിത്തിനെതിരെ തെളിവുകളുണ്ട്. നിലവിൽ രഞ്ജിത്തിന് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ രഞ്ജിത്തിന്റെ സിനിമയിലെ തന്നെ ആളുകളാണ്, അവരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏപ്രിൽ 1-ാം തീയതിയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 10 ദിവസം പിന്നിടുന്നു. 2 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ മതിയായ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ നിലവിൽ അത് സാധ്യമല്ല. അതുകൂടി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം കോടതി വിശദമായി പരിശോധിച്ച ശേഷം ഒരു 12 അല്ലെങ്കിൽ 12 കാലോടുകൂടിയൊക്കെ വിധി പറയാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്.